പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാറാനാത്ത യൂട്യൂബ് ചാനലിലൂടെ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമാകുന്ന ധ്യാന ചിന്തകളിലൂടെ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. കൊത്തിന ഞായറാഴ്ചയുടെ വചന ധ്യാനത്തിൽ പങ്കെടുക്കുന്ന മൂന്നാമത്തെ ദിവസമാണ് ഇത്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ സുവിശേഷത്തിൽ നിന്നും പഴയ നിയമ വായനയിൽ നിന്നും ധ്യാനിച്ചു. ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ടിരിക്കുന്നത് ലേഖനങ്ങൾ 2 നിന്നും വിശുദ്ധ എവൻഗേലിയോനിൽ നിന്നുമാണ്. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ധ്യാനം ഞങ്ങൾക്ക് അനുവദിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കി ഈ ധ്യാനത്തിലൂടെ കടന്നു പോകുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ ധ്യാനം ഏറെ അനുഗ്രഹപ്രദമാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുവാൻ കൃപ നൽകണമേ. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവർത്തനം 11-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 26 വരെ വാക്യങ്ങളാണ് പൊതുവിനുള്ള ലേഖനം. സ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും തുടങ്ങുന്നത് എങ്ങനെയാണ്? സ്തെഫാനോസിൻ്റെ മേലുണ്ടായ പീഡകൾ മൂലം ചിതറിപ്പോയവരാകട്ടെ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫിനീഷ്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ ദേശങ്ങൾ വരെ വ്യാപരിച്ചു. അവർ അങ്ങ് പടർന്നു. യഹൂദന്മാരോട് മാത്രമേ അവർ വചനം പറഞ്ഞിരുന്നുള്ളൂ. സ്തെഫാനോസിനെ നമുക്കറിയാം. അദ്ദേഹം അനുഭവിച്ച പീഡകളൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ സഭ പാടുന്നുണ്ടല്ലോ പ്രാർത്ഥനയിൽ. സ്തെഫാനോസിൻ വധനേരത്തേറ്റൊരു പീഡ, കഷ്ടതകൾ ചിന്തിച്ച് ഞാൻ വിസ്മിതനായി പാരം, കല്ലേറുകളേൽക്കുമ്പോഴും പ്രാർത്ഥിച്ചേവം, അറിയാതെ വിരുതു ചെയ്യുന്നു ക്ഷമ നൽകുകനാഥ, പ്രതിനേരത്തരികൾക്കായി പ്രാർത്ഥിച്ചൊരുനാഥൻ അനുയോജ്യൻ ദാസൻ, തൽ പ്രാർത്ഥനയിൽ ചേർക്കണമേ കരുണാമയനേശു. നമ്മുടെ പിതാക്കന്മാർ സ്തെഫാനോസിൻ്റെ മരണനേരത്തുണ്ടായ ആ അത്ഭുതമായ വാർത്ത എന്താണ്? അത്ഭുത വാർത്ത, പ്രതിനേരത്തരികൾക്കായി പ്രാർത്ഥിച്ചൊരുനാഥൻ അനുയോജ്യൻ ദാസൻ. മരണമടഞ്ഞ മൃതരായ ആ നേരത്ത്, മരിക്കാൻ പോകുന്ന നേരത്ത്, അല്ലെങ്കിൽ മരണമടയുന്ന നേരത്ത് തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശുവിൻ്റെ ദാസനാകുന്ന സ്തെഫാനോസും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഇവരുടെ പാപം ഇവരുടെ മേൽ നിർത്തരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ സ്തെഫാനോസിൻ്റെ പ്രാർത്ഥന നമുക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ആണ് നമ്മുടെ സഭ നമ്മളെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുന്നതും സഭ പ്രാർത്ഥിക്കുന്നതും. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്, ഈ പീഡനം മൂലം മറ്റ് ആളുകളെല്ലാം ചിതറിപ്പോയി. അവർക്ക് ഒരുമിച്ച് കൂടാനൊന്നും കഴിഞ്ഞില്ല. അവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിച്ചു വരുന്നുമില്ല. സ്തെഫാനോസിനെ കൊന്നത് യഹൂദന്മാരാണ്. എങ്കിൽ തന്നെയും അവർ വീണ്ടും ധൈര്യം സംഭരിച്ചുകൊണ്ട് യഹൂദന്മാരോട് സംസാരിച്ചു പോന്നു. വ്യത്യാസം കാണുന്നത് അവരിൽ കുപ്രോസുകാർ, കുറേനക്കാരും ചിലർ ഈ 2 ദേശക്കാരായിരുന്നു. അവർ അന്ത്യോക്യയിൽ പ്രവേശിച്ച് യവനന്മാരോട് നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൈ അവരുടെ മേലുണ്ടായിരുന്നു. അപ്പോൾ കുപ്രോസുകാരുടെയും കുറേനക്കാരുടെയും കൂടെ ദൈവകരമുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ധൈര്യപൂർവം യവനന്മാരോട് നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് സംസാരിച്ചു. അവരിൽ വളരെ പേര് കർത്താവിൽ വിശ്വസിച്ച് ദൈവത്തിലേക്ക് തിരിഞ്ഞു. ഈ വർത്തമാനം യെരുശലേമിലുള്ള ഭക്തന്മാരുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ബർന്നാബായെ
അന്ത്യോക്യയിലേക്ക് അയച്ചു. ബർന്നബ അവിടെ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എന്ന് പറഞ്ഞാൽ യവനന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവർക്കെല്ലാവർക്കും വലിയ മാനസാന്തരം ഉണ്ടാകുന്നത് കണ്ട് വലിയ സന്തോഷം അനുഭവിക്കുവാൻ ഇടയായി എന്ന് പറയും. ഒരു വൈദികൻ ഒരിക്കൽ പറഞ്ഞു, വിജാതീയരായ കുറേ മനുഷ്യർ 50 വയസ്സ് 60 വയസ്സ് 40 വയസ്സൊക്കെ ഉള്ള ആളുകൾ ഒരു പാവപ്പെട്ട ഗ്രാമത്തിൽ യേശുക്രിസ്തുവിനെ അറിഞ്ഞ് അവർ സ്നാനപ്പെട്ടു. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ആ വൈദികൻ അവിടെ ചെല്ലുമ്പോൾ ആ വ്യക്തികളുടെ ഉത്സാഹമായ പ്രവർത്തനം മൂലം അവിടെ ധാരാളം കുടുംബങ്ങൾ ക്രിസ്തുയേശുവിലേക്ക് വന്നു. അത് കണ്ട് ഈ വൈദികന് ഭയങ്കരമായിട്ടുള്ള അത്ഭുതവും മഹാസന്തോഷവും ഹൃദയത്തിൽ അനുഭവപ്പെട്ടുവെന്ന് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ ഞാൻ കേൾക്കാനിടയായി. ഇതുപോലെ അന്ത്യോക്യയിൽ ചെന്ന് ദൈവകൃപ കണ്ട ബർന്നാബയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം ശിഷ്യന്മാരോട് വന്ന് വലിയ ആനന്ദത്തോടെ പറയേണ്ടതായി വന്നു. നല്ല മനുഷ്യൻ, അദ്ദേഹം നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവ് കൊണ്ടും വിശ്വാസം കൊണ്ടും നിറഞ്ഞവനായിരുന്നു. പിന്നെ ശൗലിനെ അന്വേഷിച്ച് പോയി തർസൂസിലൊക്കെ ചെന്നു, കണ്ടുപിടിച്ച് അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ ശിഷ്യന്മാരെല്ലാവരും ഈ മഹാസന്തോഷം കേട്ട് പല സ്ഥലത്തായിരുന്നെല്ലാം ഒരുമിച്ച് കൂടി. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നത്, ഒരു സംവത്സരം മുഴുവൻ അവർ സഭയിൽ ഒരുമിച്ച് താമസിച്ചു, അനേക ജനങ്ങളെ പഠിപ്പിച്ചു. അക്കാലം മുതൽ അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ആദ്യമായി ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടായി. അപ്പം അന്ത്യോക്യ സഭ എന്ന് പറയുന്നത് ആദ്യമായി യേശുവിനെ അനുഗമിച്ചവർക്ക് ക്രിസ്തുവിൻ്റെ അനുയായികളെന്ന അർത്ഥമുള്ള ഒരു പേര് വീണത് അന്ത്യോക്യയിലാണ്. അപ്പം അന്ത്യോക്യൻ സഭ ഒരു വലിയ മഹത്വമുള്ള ഒരു സഭയാണ്. അതുകൊണ്ടായിരിക്കാം പിതാക്കന്മാർ വിവാഹ കൂദാശയിൽ സഭയെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സുന്ദരികളിൽ അതിസുന്ദരി നീ ജാതികളിൽ സൂനോം. സുന്ദരികളിൽ അതിസുന്ദരിയാണ്, ജാതികളിൽ വെച്ച് നീ പ്രിയപ്പെട്ടതാണ്. അന്ത്യോക്യൻ സഭയുടെ പാരമ്പര്യത്തിലാണ് ആ ഗീതം. ഞാനത് സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. യവനന്മാർ മാനസാന്തരപ്പെട്ട് അന്ത്യോക്യയിൽ എല്ലാ സഭാ നേതാക്കന്മാരും ഒരുമിച്ച് കൂടി ഒരു സംവത്സരം അവരെ പഠിച്ചും പോന്നു. നല്ല ശക്തരായ കെട്ടുറപ്പുള്ള, ഓരോ തുള്ളി ചോരയിൽ നിന്ന് 1000 പേർ ഉയരുന്നു. ആ ഒരു ശക്തമായ മുദ്രാവാക്യം മുഴക്കാവുന്ന രീതിയിൽ ഈ ഓരോ രക്തസാക്ഷികളുടെയും ചുടുനിണത്തിൽ നിന്ന് വിശ്വാസികൾക്കുണ്ടായിരുന്ന ധൈര്യം, പരിശുദ്ധാത്മാവ് വഴി ലഭിച്ച ധൈര്യം അവരെ ക്രിസ്തു അനുയായികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെന്ന് നാമധേയത്തിൽ അറിയപ്പെടുവാനിടയായി. ഇന്ന് ഈ ലേഖനം വായിക്കുമ്പോൾ കാനാവിലെ കല്യാണത്തിന് കർത്താവ് വീഞ്ഞാക്കി എന്ന് പറഞ്ഞുകൊണ്ട്, വെള്ളത്തെ വീഞ്ഞാക്കി എന്ന് പറഞ്ഞ് കള്ളും കുടിച്ച് തെമ്മാടിത്തരം കാണിച്ച് നടക്കുന്ന ക്രിസ്ത്യാനികളെയാണോ ഞാനും നിങ്ങളും പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ ഞാൻ അതാണോ, എന്നിലതാണോ എന്ന് പരിശോധിക്കുക. ധീരമായി ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നിൽക്കുന്ന ഒരു യഥാർത്ഥ അന്ത്യോക്യൻ പാരമ്പര്യമാണ് എൻ്റെ എന്ന് പറയാനുള്ള ധൈര്യമാണോ, അതെയോ ചുമ്മാ അങ്ങനെ അന്ത്യോക്യ മലങ്കര ബന്ധം നീണാളുമായിട്ട് എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യം തട്ടിവിടുന്നതാണോ ബന്ധം എന്നൊക്കെ പരിശോധിക്കുക. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ധാരാളമായിട്ടുണ്ടാകട്ടെ. വെറും ഒരു ബന്ധമല്ല, കള്ളു കുടിച്ച് മുദ്രാവാക്യം വിളിക്കാനുള്ള ബന്ധമല്ല,
വൈകാരികമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ട് വിളിക്കാനുള്ള ഒരു ബന്ധമല്ല. വിജാതീയരോട് സുവിശേഷം അറിയിച്ച സ്തേഫാനോസിനെ പോലെയുള്ള ധീര രക്തസാക്ഷികളുടെ ചുടനിണത്തിൽ നിന്ന് ആ രക്തത്തിൽ കാല് ചവിട്ടിയെന്നുകൊണ്ട് വിളിക്കേണ്ടതാണ്. അത്രമാത്രം വിശുദ്ധന്മാരോടും സഹതാമാരോടും ബന്ധമുള്ളവരായിരിക്കണം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് വിളിക്കേണ്ടവർ. ഒരു വൈകാരിക ബന്ധമല്ല, ആരെങ്കിലും തോൽപ്പിക്കാൻ വിളിക്കേണ്ടവരല്ല. ബന്ധം അന്നും ഇന്നും ഊഷ്മളമാണ്, ബന്ധം അന്നും ഇന്നും ശക്തമാണ്. ബന്ധത്തിനൊരു കോട്ടവും വരാൻ പാടില്ല, വരുത്താനും പാടില്ല. എന്ത് നഷ്ടം സഹിക്കേണ്ടി വന്നാലും ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ പാടില്ല. കാരണം അങ്ങ് അകലെ വേല ചെയ്തുകൊണ്ടിരുന്ന ശൗലിനെ പോലും ബർന്നബാസ് വിളിച്ചു കൊണ്ടുവന്നു. എല്ലായിടത്തുമുള്ള ശിഷ്യന്മാർ ഒരുമിച്ച് കൂടി. എല്ലായിടത്തുമുള്ള മറ്റൊന്നിലേക്കല്ല ചെന്ന് ചേരേണ്ടത്, ഇതിലേക്കാണ് എല്ലാവരും വന്ന് ചേരേണ്ടതെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്കങ്ങനെ ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയാം. രണ്ടാമത്തെ വായന, പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. കർത്താവിനെ സാക്ഷിയാക്കി ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യർത്ഥബുദ്ധികളായി നടക്കുന്ന മറ്റ് വിജാതികളെപ്പോലെ ഇനിമേൽ നിങ്ങൾ നടക്കരുത്. എഫേസ്യ ലേഖനം 4:17 മുതൽ 32 വരെ വാക്യങ്ങൾ. അവർ അജ്ഞത കൊണ്ടും ഹൃദയാന്തത കൊണ്ടും ബുദ്ധിയിൽ ഇരുളടഞ്ഞവരായി തീർന്നിട്ട് ദൈവിക ജീവനിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. അവർ പ്രത്യാശയെ വിട്ട് അത്യാഗ്രഹം മൂലം മലിനതയിലും അശുദ്ധ കർമ്മങ്ങളിലും അവരെ തന്നെ സമർപ്പിച്ചു കളഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രഭാത വായനയിൽ കേട്ടവ ആ കാര്യസ്ഥനെ പോലെ എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. നിങ്ങൾ മിശിഹായെ ഗ്രഹിച്ചത് അപ്രകാരമല്ല. നശിച്ചു പോകാനുള്ള ഒരു ആത്മാവിനെയല്ല സ്വീകരിച്ചത്, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരേണ്ട പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് സ്വീകരിച്ചതെന്ന് ഇപ്പോൾ നമ്മൾ ധ്യാനിക്കണം. സത്യമായെന്ന് അവനെക്കുറിച്ച് നിങ്ങൾ കേൾക്കുകയും അവനിൽ സത്യം സ്ഥിതി ചെയ്യുന്നു എന്ന് നിങ്ങൾ പഠിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ആദ്യ നടപടികളെ വഞ്ചനാപരങ്ങളായ അത്യാഗ്രഹങ്ങളാൽ മലിനനാക്കപ്പെടുന്ന പഴയ മനുഷ്യനെ നിങ്ങളിൽ നിന്ന് അകറ്റുവിൻ. ക്രിസ്തുവിനെ അറിയാതിരുന്ന കാലത്തുള്ള ആദ്യ നടപടികളായിരുന്നു വഞ്ചനാപരങ്ങളായ അത്യാഗ്രഹങ്ങളും മനുഷ്യനെ മലിനപ്പെടുത്തുന്ന ഓരോ ദുർവൃത്തിയും ദുർനടപ്പൊക്കെ. അകമേ നിങ്ങൾ പുതുക്കപ്പെടുവിൻ, ദൈവത്താൽ സത്യനീതിക്കും വിശുദ്ധിക്കും അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുകയും ചെയ്യുവിൻ. യോവേൽ പ്രവചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടതാണ്, വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയമാണ് കീറേണ്ടത്. അകമേ പുതുക്കപ്പെടണം, പുറമേ പുതുക്കിയിട്ട് കാര്യമില്ല എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. അകമേ എങ്ങനെ പുതുക്കപ്പെടുന്നത്? സത്യനീതിക്കും വിശുദ്ധിക്കും അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനാണ് അകമേ പുതുക്കം പ്രാപിച്ച മനുഷ്യൻ. അതുകൊണ്ട് നിങ്ങൾ അസത്യത്തെ നിങ്ങളിൽ നിന്ന് തള്ളിക്കളഞ്ഞ് ഓരോരുത്തരും അവനവൻ്റെ അയൽവാസിയോട് സത്യം സംസാരിപ്പിൻ. എന്തെന്നാൽ നാം തമ്മിൽ അവയവങ്ങളാണ്. കോപിച്ചാലും പാപം ചെയ്യരുത്. ഇനി അഥവാ 26-ാമത്തെ വാക്യം, കോപിച്ചാൽ സൂര്യൻ അസ്തമിക്കുന്നവരെ കോപം നീണ്ടുപോകരുത് ആരോടും. എന്ന് പറഞ്ഞാൽ സന്ധ്യയ്ക്ക് മുമ്പായിട്ട് എല്ലാവരോടും അനുരഞ്ജനപ്പെട്ട് നിരന്നുകൊള്ളണം. ആകൽ കർസാക്ക് പിശാചിന് ഇടം കൊടുക്കരുത്. മോഷ്ടാവിന് മേൽ മോഷ്ടിക്കരുത്. പിന്നെ ആവശ്യപ്പെടുന്നവന് കൊടുക്കുവാൻ കൂടെ ഉണ്ടാകുവാൻ തക്കവണ്ണം സ്വന്തം കൈകൊണ്ട് പ്രയത്നിക്കുകയും നന്മ ചെയ്യുകയും വേണം. മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. ഇതാണ് നമ്മൾ പ്രഭാതത്തിൻ്റെ വായനയിൽ ആദ്യ ദിവസം എവൻഗേലിയൻ ധ്യാനത്തിൽ നമ്മൾ കേട്ടത്. ആ കാര്യസ്ഥൻ അവൻ മോഷ്ടിച്ചു. അവൻ യജമാനൻ്റെ ഖജനാവിനെയും
യജമാനൻ്റെ വിശ്വസ്തരായ ജനത്തെയും അവൻ വഞ്ചിക്കുകയാണ്. അവനെ കേസിൽ പിടിച്ചാൽ അവന് ഇത് അളന്ന് കൂട്ടുനിന്ന ആ ലോൺ എടുത്തവരെയും യജമാനൻ വെറുതെ വിടുമോ? അതുകൊണ്ട് ഇനി മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. ഇവിടെ അവൻ പറയുന്നത് എന്താണ്? എനിക്ക് ജോലി ചെയ്യാൻ കഴിവില്ല, കിളയ്ക്കുവാൻ എനിക്ക് വശമില്ല, തെണ്ടി നടക്കാൻ എനിക്ക് ലജ്ജയാകുന്നു. ഇവിടെ പൗലോസിലെ പറയാണ്, ഇനി മോഷ്ടാവ് മേലിൽ മോഷ്ടിക്കരുത്. പിന്നെയോ ആവശ്യപ്പെടുന്നവന്, തന്നോട് ചോദിക്കുന്നവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ തക്കവണ്ണം സ്വന്തം കൈകൊണ്ട് പ്രയത്നിക്കുകയും നന്മ ചെയ്യുകയും വേണം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് നല്ലതും അഭിവൃദ്ധിക്കുതകുന്നതുമായിട്ടുള്ളത് അല്ലാതെ നിങ്ങളുടെ വായിൽ നിന്ന് യാതൊരു ദോഷവാക്കുകളും പുറപ്പെടരുത്. കേൾക്കുന്നവന് ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകണം. ഏതു വിധത്തിലും ഒരു ഉന്നതി ഉണ്ടാകുന്ന വർത്തമാനങ്ങളല്ലാതെ താഴ്ത്തിക്കളയുന്ന, നിരാശപ്പെടുത്തുന്ന വർത്തമാനങ്ങളൊന്നും ഉണ്ടാകരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. അതിനാലാണല്ലോ രക്ഷാദിവസത്തിന് വേണ്ടി നിങ്ങൾ മുദ്രയിടപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാണ് നമ്മളെല്ലാം. രക്ഷാദിവസത്തിന് വേണ്ടിയാണ് മുദ്രയിടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് നഷ്ടം വരാനിടയാകരുത്. സകല കാഠിന്യവും കോപവും കലഹവും നിന്നയും സകല തിന്മകളും നിങ്ങളിൽ നിന്ന് നീക്കപ്പെടണം. നിങ്ങൾ തമ്മിൽ ദയാലുക്കളും കരുണയുള്ളവരുമായിരിപ്പിൻ. ദൈവം മിശിഹാ മുഖാന്തരം നമ്മോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുന്നവരുമായിരിപ്പിൻ. എത്ര മനോഹരമായ ഒരു ധ്യാന ചിന്തകളാണ് ഇതിലൂടെ നമുക്ക് ലഭിച്ചതെന്ന് ഓർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റാം. ഇനി നമ്മൾ വീണ്ടും എവൻഗേലിയോനിലേക്ക് വരികയാണ്. വിശുദ്ധ കുർബാനയുടെ കൊത്തിനെ ഞായറാഴ്ചയുടെ അല്ലെങ്കിൽ പേതൃത്വ ഞായറാഴ്ചയുടെ വിശുദ്ധ എവൻഗേലിയോനിലേക്ക് നമ്മൾ വരികയാണ്. സന്ധ്യയുടെ വായനയാണ് കൊടുത്തിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ വാക്യങ്ങൾ. കൊത്തിനെ പട്ടണത്തിലെ കല്യാണ വിരുന്നാണ്. കാനാവിൽ കല്യാണ വീടെന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ഗലീലിലെ കാന എന്ന് പറയും. ഗലീലിലെ കാന എന്ന് പറയുന്ന 2 സ്ഥലമുണ്ടെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. സിറിയായിലൊരു കാനയുണ്ട്. അതുകൊണ്ട് ഇതിനെ സുറിയാനിലെ കൊത്തിനെ എന്നാണ് വിളിക്കുന്നത്, ഇത് തിരിച്ചറിയപ്പെടാൻ വേണ്ടി. അപ്പോൾ കൊത്തിനെ എന്ന പ്രത്യേകം പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം കാന എന്ന, കാനാവിലെ കല്യാണം. കൊത്തിനെ പട്ടണത്തിൽ ഒരു കല്യാണ വിരുന്നുണ്ടായി. യേശു തമ്പുരാൻ്റെ മാതാവും അവിടെ ഉണ്ടായിരുന്നു. വലിയ ചിന്തകളാണ് നമുക്കവിടെ കർത്താവ് നൽകുന്നത്. മാതാവിന് ആ വീടുമായിട്ട് ഏറ്റവും അടുത്ത രക്തബന്ധമുണ്ടായിരുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീടിൻ്റെ സങ്കടങ്ങൾ, പ്രയാസങ്ങൾ അമ്മയ്ക്കത് മനസ്സിലായി. അല്ലെങ്കിൽ അവർ വരാൻ പോകുന്ന ദുരിതം, വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിനുണ്ടാകുന്ന നാണക്കേട് എല്ലാം അമ്മ മനസ്സിലാക്കി. തൻ്റെ മകൻ്റെ കഴിവുകളെ അറിയുന്ന അമ്മ തൻ്റെ മകനോട് പറയുന്ന ഭാഗമാണ് ഇതിൻ്റെ ആദ്യ ഭാഗം. അമ്മയുടെ മധ്യസ്ഥത ആ കുടുംബത്തിന് ഏറെ അനുഗ്രഹമായി തീർന്നു എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നമുക്ക് വലിയ പ്രത്യാശ നൽകുന്നതാണെന്ന് തിരിച്ചറിയുക. മാതാവിനോട് യേശു പറയുന്നതാണ്, എനിക്കും നിനക്കും എന്താണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ, വീഞ്ഞെന്ന് പറഞ്ഞാൽ സന്തോഷം. മകനെ, അവരുടെ സന്തോഷം ഇല്ലാതെ പോകുന്നു. വീട്ടുകാരൻ അറിയുന്നില്ലെങ്കിലും അമ്മ അറിയുന്നു. ഒരു കുടുംബത്തിൻ്റെ നാഥ എന്ന് പറയുന്നത് ഇതാണ്. ഒരു കുടുംബത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത് ഈ അനുഭവമാണ്. കുടുംബത്തിൻ്റെ വരാൻ പോകുന്ന സങ്കടങ്ങളെ മനസ്സിലാക്കി കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നു. ജീവിത പങ്കാളിയുടെ, മക്കളുടെ എല്ലാം ഭാവിയെ
ക്രമീകരിക്കുന്ന ഒരു മാതാവ്. ഇവിടെ തൻ്റെ ചാർച്ചക്കാരുടെ കുടുംബത്തെ മുന്നിൽ കണ്ട് അവരുടെ ദുഃഖം കണ്ട് അവർ സഹായിക്കാൻ തയ്യാറാകുന്ന ഒരു മാതാവ്. നമുക്കും ഈ പരിശുദ്ധ അമ്മയോട് പറയാൻ കഴിയണം, അമ്മേ, മാതാവേ, എൻ്റെ കുടുംബത്തിൻ്റെ വരാൻ പോകുന്ന പ്രതിസന്ധികളെ മുന്നിൽ കണ്ടുകൊണ്ട് തടുക്കണമേ, അവിടുത്തെ പുത്രനോട് പറഞ്ഞ് എന്നെ രക്ഷിക്കണമേ എന്ന് നമുക്ക് അമ്മയോട് പറയാം ഈ സമയം. എനിക്കും നിനക്കും എന്താണ് എന്ന് യേശു പറയുന്നു. എൻ്റെ സമയം ഇതുവരെയും വന്നില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ലോകത്തിൻ്റെ അന്ത്യം കുറിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വരവിനായി പ്രവർത്തിക്കുവാനുള്ള സമയം ആയിട്ടില്ല. എന്ന് പറഞ്ഞാൽ പിതാവ് എന്നെ നിയോഗിച്ചു എന്ന് എനിക്ക് ബോധ്യം വന്നിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ എനിക്കും നിനക്കും എന്താണ് ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നും അമ്മ പിന്മാറുന്നില്ല. അമ്മയുടെ വിശ്വാസത്താൽ പുത്രനെ ആ സമയത്തിലേക്ക് കൊണ്ടുവരികയാണ് എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ ധ്യാനിക്കാൻ പറ്റും. കാരണം എന്താണ്? എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് പറയുന്ന ഈ സമയത്ത് അമ്മ മകനോട് മറുപടിയൊന്നും പറയുന്നില്ല. എന്നാൽ അമ്മ ചെന്ന് അവിടുത്തെ പരിചാരകരോട് പറയുന്നത് എന്താണ്? മാതാവ് പരിചാരകന്മാരോട് അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവീൻ എന്ന് പറഞ്ഞു. എനിക്കും നിനക്കും എന്ത് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ചില നവീകരണക്കാർ പറയുന്ന പോലൊരു അർത്ഥമല്ല അവിടെ. ഇനി അവരങ്ങനെ എന്തർത്ഥം കൂട്ടിയാലും പരിശുദ്ധ കന്യകാമറിയം, യേശുവിൻ്റെ അമ്മ, താൻ പറഞ്ഞതിൽ, താൻ യാചിച്ചതിൽ, താൻ വെച്ച അപേക്ഷയിൽ നിന്ന് ഒരടി പിന്നോക്കം പോകുന്നില്ല. ഒരു ലെവലേശം സംശയമില്ല. വേദപുസ്തകം വളരെ വ്യക്തമായി പറയുകയാണ്, അവൾ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് പറയുന്നത് പോലെ ചെയ്യുവിൻ. എന്നാൽ അവിടെ യഹൂദന്മാർക്ക് ശുദ്ധീകരണത്തിനായി വെച്ചിരുന്ന 6 കൽഭരണികളുണ്ടായിരുന്നു. അവ 2 or 3 പറ വീതം കൊള്ളുന്നവയായിരുന്നു. യേശുമ്പുരാൻ അവരോട് പറഞ്ഞു, ഭരണികളിൽ വെള്ളം നിറപ്പീൻ. അവർ അവയെ വക്കോളം നിറച്ചു. അവൻ അവരോട്, ഇനി കോരിയെടുത്ത് പന്തിപ്രധാനിയുടെ അടുക്കൽ കൊണ്ടുചെന്ന് കൊടുപ്പീൻ. അത്ര മനോഹരമായ ഒരു പുത്ര ബന്ധം. അമ്മയുടെയും മകൻ്റെയും ജീവിതത്തിൽ പുതിയ വ്യാഖ്യാതാക്കൾ കണ്ടുപിടിക്കുന്ന യാതൊരു സംശയമോ യാതൊരു ബന്ധക്കുറവോ ഇല്ല. അമ്മയ്ക്കൊരു ധൈര്യക്കുറവുമില്ല. അമ്മയെ പിന്നെ അവിടോട്ട് കാണുന്നുമില്ല. അമ്മയുടെ ജോലി ചെയ്തു. ആ പരിചാരകരും അതനുസരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പരിചാരകർക്ക് കിട്ടിയത് 2 വ്യക്തികളുടെ ഉപദേശമാണ്. ഒന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ, യേശുവിൻ്റെ അമ്മയുടെ ഉപദേശം. അമ്മ നാട്ടിലെ ഗുരുവോ റബ്ബിയൊന്നുമല്ലല്ലോ, ഒരു ചാർച്ചക്കാരി, ആ വിരുന്നു വീട്ടിലെ ഒരു സ്വന്തക്കാരി. പക്ഷെ എന്തുകൊണ്ട് പരിചാരകർ അവൻ പറയുന്നത് ചെയ്യാൻ പറഞ്ഞപ്പോൾ പരിചാരകരെ യേശു പറയുന്നത് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു? പറഞ്ഞത് യേശുവിൻ്റെ അമ്മയാണ്. പരിചാരകർക്കറിയാം ഈ വീടിൻ്റെ ചാർച്ചക്കാരി, സ്വന്തക്കാരി എന്നതിനേക്കാൾ അപ്പുറത്ത് ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തി, ഞങ്ങളോട് അവൻ പറയുന്നത് ചെയ്യുവിനെന്ന് പറഞ്ഞിരിക്കുന്ന ഈ സ്ത്രീ യേശുവിൻ്റെ അമ്മയാണ്. യേശുവിൻ്റെ അമ്മ, യേശുവിൻ്റെ അമ്മയാകാനുള്ള ഭാഗ്യം, എൻ്റെ കർത്താവിൻ്റെ അമ്മയാകാനുള്ള ഭാഗ്യം എവിടെ നിന്ന് എന്ന് മറിയത്തോട് എലിസബത്ത് പറയുന്നുണ്ട്. ഈ ഭാഗ്യത്തെ തിരിച്ചറിയുന്നവർക്കാണ് മാതാവിനെ ബഹുമാനിക്കുവാനും മാതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, അപേക്ഷിക്കണമെന്ന് പറയാനൊക്കെ സാധിക്കുള്ളൂ. അല്ലാത്തവരൊക്കെ വായി തോന്നിയതൊക്കെ പലതും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കും. അതിലൊന്നും പ്രിയപ്പെട്ടവരെ ശ്രദ്ധ വെക്കരുത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മാതാവിൻ്റെ മാധ്യസ്ഥം അവിടെ ആ കുടുംബത്തിൻ്റെ സന്തോഷം ഇരട്ടിച്ചു എങ്കിൽ യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആരാണ് എൻ്റെ മാതാവ്, ആരാണ് എൻ്റെ പിതാവ്? പുതിയ യുഗത്തിലെ
പുതിയ യുഗത്തിലെ, വരാനിരിക്കുന്ന യുഗത്തിലെ സാത്താൻ്റെ തലയെ തകർത്ത് ഈ ലോകത്തിൻ്റെ അന്ത്യം കുറിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ആ കാലം, യുഗാന്ത്യ സമൂഹം, സഭ ആ കാനായിലെ വീട്ടിൽ ആരംഭിക്കുകയാണ്. അതാണ് ആദ്യത്തെ അത്ഭുതം, രേഖപ്പെടുത്ത അത്ഭുതം. എഴുതപ്പെട്ട ഒന്നാമത്തെ അത്ഭുതം അതാണ്. സാത്താൻ്റെ പീഡിപ്പിക്കൽ കൊണ്ട് മനുഷ്യ ഹൃദയങ്ങൾ തകർന്നു പോകുന്ന, മനുഷ്യൻ്റെ ജീവിതത്തിലെ തകർച്ചകളും പ്രയാസങ്ങളും, അത് സാമ്പത്തികമാകട്ടെ, ആലോചനയില്ലാത്താകട്ടെ, ബുദ്ധിയില്ലാത്താകട്ടെ, വിരുന്നുകളിൽ വിളിക്കപ്പെട്ടവർക്ക് ആവശ്യമായ അളവിനനുസരിച്ചുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, എന്തുമാകട്ടെ, മനുഷ്യൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന എല്ലാ തകർച്ചകൾക്കും പിന്നിൽ സാത്താനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് യാഥാർത്ഥ്യമായിരിക്കും തന്നെ ആ സാത്താൻ്റെ അധികാരത്തെ, അവൻ്റെ തലയെ തകർക്കുന്ന യേശുവിൻ്റെ മനുഷ്യ ജീവിതങ്ങളിൽ പരസ്യമായി ഇടപെടുന്ന ഒന്നാമത്തെ അത്ഭുതം. യേശുക്രിസ്തുവിൻ്റെ ശൈശവകാലങ്ങളിലൊക്കെ ഒത്തിരി അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് എന്നൊക്കെ മറ്റു പല പുസ്തകങ്ങളിലൊക്കെ വായിക്കാനിടയായിട്ടുണ്ട്. എന്നാൽ ബൈബിൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ അത്ഭുതം, തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ ഒന്നാമത്തെ അത്ഭുതം, ശിഷ്യന്മാരുടെ വിശ്വാസത്തിൻ്റെ വർധനവിന് കാരണമായ അത്ഭുതം, ആ പരിചാരകർ കോരി നിറച്ച വെള്ളം നല്ല രുചിയുള്ള, ലഹരിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, ആനന്ദിപ്പിക്കുന്ന, സമാധാനം നൽകുന്ന ഒരു മേൽത്തരം വീഞ്ഞായി മാറിയെങ്കിൽ, ക്രിസ്തുവിൻ്റെ, യേശുവിൻ്റെ വാക്കുകേട്ട് യേശുവിൻ്റെ പിന്നാലെ പോന്ന ക്രൈസ്തവ ജനതയുടെ, അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവരുടെ എല്ലാം ജീവിതം എത്രമാത്രം സന്തോഷഭരിതമാകേണ്ടതാണെന്ന് ചിന്തിച്ചു നോക്കുക. എന്തേ ഇന്നും മാതാവിൻ്റെ മധ്യസ്ഥയ്ക്കായിട്ട് ഇങ്ങനെ എന്താ പറയുന്നത്, തീർത്ഥാടന കേന്ദ്രങ്ങളും അതുപോലെയുള്ള പെരുന്നാളുകളും ഭയങ്കരമായിട്ടൊക്കെ നടത്തിയിട്ടും മനുഷ്യൻ, അതിൽ പങ്കെടുക്കുന്നവർ സമാധാനം അനുഭവിക്കാത്തതിൻ്റെ കാരണം മാതാവിൻ്റെ അടുത്തേക്ക് ഈ തിക്കും തിരക്കുണ്ടാക്കി അനുഗ്രഹത്തിന് പോകുന്നേ ഉള്ളൂ. മാതാവ് പറഞ്ഞ സുവിശേഷം സ്വീകരിച്ചിട്ടില്ല. മാതാവ് പറഞ്ഞ സുവിശേഷമാണ്, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. മാതാവിൻ്റെ അടുക്കലേക്ക് അമ്മയെന്ന് വിളിച്ച് ഓടിപ്പോയാൽ പോരാ. അമ്മയ്ക്ക് നമ്മളോട് പറയാനുള്ളത് കൂടി ശ്രദ്ധിക്കാനുള്ള ഒരു മനസ്സും കൂടി വേണം. അമ്മയ്ക്ക് പറയാനുള്ളത് യേശുവിനെ നമുക്ക് തരിക എന്നുള്ളതാണ്, യേശുവിനെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. അങ്ങനെ കാനാവിൽ യേശുവിൻ്റെ മഹത്വത്തെ അറിയിച്ച ആദ്യത്തെ അത്ഭുതം ഇതാകുന്നു. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇവിടെ ഈ വായന അവസാനിക്കുകയാണ് 11-ാമത്തെ വാക്യത്തിൽ. പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും സാധിക്കണം മറ്റുള്ളവൻ്റെ സങ്കടങ്ങളെ മുന്നിൽ കണ്ട്, മറ്റുള്ളവൻ്റെ സങ്കടങ്ങളെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഒരു സങ്കടം ഒരുത്തന് വന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു നിവൃത്തി അതിനുണ്ടാകുമെന്ന് വിശ്വസിക്കണം. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിക്കണം. സഹായിക്കാൻ മനസ്സ് കാണിക്കണം. പ്രസംഗിക്കാൻ എളുപ്പമാണ്, പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്, സാക്ഷ്യം പറയാൻ എളുപ്പമാണ്. ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് മനുഷ്യ ജീവിതത്തിൽ നടക്കുന്നതാണ്. അത് കള്ളു വെക്കുന്നവനായാലും കൈക്കൂലി വാങ്ങുന്നവനായാലും അവനും പറയാൻ കഴിയും സാക്ഷ്യം. കൈക്കൂലി മേടിച്ചു, ദൈവമേ പിടിക്കല്ലേ എന്ന്, പിടിക്കപ്പെടുമെന്നൊരു ചെറിയ സൂചന കിട്ടി, അവൻ പ്രാർത്ഥിച്ചു, ദൈവം പിടിക്കല്ലേ എന്ന് അവൻ പ്രാർത്ഥിച്ചു, പിടിച്ചില്ല. ദൈവകൃപ കൊണ്ടൊന്നുമല്ല, സ്വാഭാവികമായിട്ട് പിടിച്ചില്ല. അവൻ ദൈവത്തിന് നന്ദി പറയും. ആ കൈക്കൂലി മേടിച്ചതിൻ്റെ ഒരു വിഹിതം അവൻ ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ വഴിപാടായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ദേവാലയത്തിലേക്ക് അവൻ എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കും.
കൈക്കൂലി അതിലൂടെ മൂടിപ്പോയി എന്നാണ് അവൻ്റെ വിചാരം. അതുകൊണ്ട് ദൈവമക്കളെ, ഏതവനും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാനുള്ള ആ സ്വാതന്ത്ര്യമുണ്ട്, പാപിക്കും പരിശുദ്ധനൊക്കെ. പക്ഷെ നിത്യവസതി, ദൈവരാജ്യം, ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ യെശയ്യാപ്രവചനം 58 ഈ ധ്യാനത്തിൽ നമ്മൾ വായിച്ചു, പഴയ നിയമത്തിലെ 3-ാമത്തെ വായന. വിശക്കുന്നവന് അപ്പം കൊടുക്കുക, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുക, പരദേശികളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മ ആ കുടുംബത്തിൻ്റെ സങ്കടത്തിൽ ഇടപെട്ടതുപോലെ പട്ടിണി പാവങ്ങളുടെ, ദുരിതങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ആളുകളുടെ സങ്കടത്തിൽ ഇടപെട്ടുകൊണ്ട് ആ സങ്കടത്തിൽ തീർച്ചയായും യേശു പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏതറ്റം വരെയും പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന വ്യക്തിത്വങ്ങളാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. ഒരിക്കൽ കൂടെ വീണ്ടും പറഞ്ഞാൽ, ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ ചിതറിക്കപ്പെട്ട യഹൂദന്മാരുടെ പ്രസംഗിച്ച് നടന്നവർ, അവരല്പം ധൈര്യം കൊണ്ട് പരിശുദ്ധാത്മ പ്രേരിതരായി യവനന്മാരുടെ ഇടയിലേക്ക് വേലയുമായി സുവിശേഷവുമായി ഇറങ്ങി. ആ കാണിക്കുന്നൊരു ധൈര്യം, ആ കാണിക്കുന്നൊരു തീഷ്ണത ഇന്നത്തെ ക്രിസ്ത്യാനികൾക്കുണ്ടാകണം. അങ്ങനെ ഉള്ള ക്രിസ്ത്യാനികളുടെ ഇടയിലൊക്കെ വലിയ അത്ഭുതങ്ങളാണ് ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, വലിയ അത്ഭുതങ്ങൾ. അപ്പോൾ ഇന്നത്തെ വായന നോമ്പിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ 1-ാമത്തെ ഞായറാഴ്ച, കൊത്തിന ഞായറാഴ്ച, കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളത്തെ വീഞ്ഞാക്കി എന്ന് പറഞ്ഞാൽ കല്യാണം കൂടാൻ വന്നവർക്ക് കള്ളുണ്ടാക്കി കൊടുത്തു എന്നല്ല അതിൻ്റെ അർത്ഥം. സങ്കടങ്ങളിൽ മനുഷ്യനെ ദർശിക്കുന്ന ഒരമ്മയും ആ അമ്മ പ്രസവിച്ച ദൈവത്തിൻ്റെ മകനും, അങ്ങനെ അമ്മയും കുഞ്ഞും ദൈവത്തിൻ്റേതാണ്. അമ്മയും മകനും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിയവരാണ്. അതുകൊണ്ട് അമ്മ പറയുന്നു, അവൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുക. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ് യേശു ക്രിസ്തു പറയുന്നത് അനുസരിക്കുവാൻ. അമ്മ ഇന്നൊരു കൈചൂണ്ടിയായിട്ട്, ഇത്ര കിലോമീറ്റർ എന്നെ വഴിയിലേക്ക് പോകാനുണ്ടെന്നുള്ള ഒരു കൈചൂണ്ടി നിൽക്കുന്ന പോലെ, ഒരു വഴി ചൂണ്ടി നിൽക്കുന്നത് പോലെ അമ്മ നമ്മുടെ മുമ്പിൽ ക്രിസ്തുവിലേക്കുള്ള വഴി കാണിച്ച് നിൽക്കുകയാണ്. ക്രിസ്തുവിലേക്കുള്ള വഴി കാണിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ അമ്മയെ മധ്യസ്ഥയാക്കി വെച്ചത്. വഴി ചോദിച്ചാൽ അമ്മ പറഞ്ഞു തരും എങ്ങനെയാണ് പോകേണ്ടതെന്ന്. ഒറ്റ വഴിയേ അമ്മ പറയുള്ളൂ, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക. വേറെ കുറുക്ക് വഴിയൊന്നും ഇല്ല. വേറെ കുറുക്ക് വഴികളുണ്ടെന്ന് വിചാരിക്കുക വേണ്ട. ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിലെത്തുന്നില്ല. ആ യേശു ക്രിസ്തുവിലൂടെ എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടതെന്ന് അമ്മ കൃത്യമായി കാണിച്ചു തരും. കാരണം അമ്മ കർത്താവിൻ്റെ അമ്മയാണ്, ദൈവത്തിൻ്റെ മാതാവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അമ്മയെ നമുക്കൊന്ന് ധ്യാനിക്കാം. അമ്മയെ നമുക്കൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട്, അമ്മേ, പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് അമ്മയുടെ പുത്രനിലേക്ക് അടുക്കുവാനുള്ള വഴികൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. യേശുവേ, പിതാവിലേക്കുള്ള പൂർണ്ണത അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ ഞങ്ങൾക്ക് അനേകരിലേക്ക് അങ്ങയെ കാണിച്ചു കൊടുക്കുവാനും അങ്ങയെ കണ്ടെത്തുന്നവർക്ക് പിതാവിൻ്റെ പൂർണ്ണതയിലേക്ക് വരുവാനും ഇടയാകണമേ. ഞങ്ങളെ സത്യ സുവിശേഷകരാക്കി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകലവും ഞങ്ങൾക്കായി കാൽവറിയിൽ ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. ഈ 3 ദിവസങ്ങളിലായി ഞങ്ങൾക്കിങ്ങനെയൊരു സുവിശേഷ ധ്യാനം ക്രമീകരിച്ചു തന്ന പരിശുദ്ധാത്മാവെ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഇതനേക മക്കൾക്ക് അനുഗ്രഹത്തിന് കാരണമായി അവരിതെല്ലാം കേട്ട് ഗ്രഹിച്ച് ഒരു സത്യ ആരാധനയിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം എല്ലാ ഹൃദയങ്ങളെയും പരിശുദ്ധാത്മാവെ ഒരുക്കണമേ. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ. ഇതിൻ്റെ ഉപകാരികളും സഹകാരികളുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വലിയ കൃപ അമ്മയുടെ മധ്യസ്ഥയാൽ ലഭിക്കത്തക്കവണ്ണം യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം കാനാവിലെ ആ മഹാസന്തോഷം ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും പരിശുദ്ധാത്മാവാകുന്ന ജലം നൽകി എന്നിൽ വിശ്വസിക്കുന്നവർ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി ഒഴുകുമെന്ന് അങ്ങ് കൽപ്പിച്ചല്ലോ. യേശുവേ, ആ ജീവജലത്തിൻ്റെ നദി ഒഴുകി മഹാപ്രവാഹമായി സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ തിരുതളലായി എല്ലാ
മനുഷ്യരെയും ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ പ്രേക്ഷിതരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി.